ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ പിറന്നാളുടെ ഭാഗമായിട്ട് ഏറ്റവും വലിയ അപ്ഡേറ്റ്, അതായത് ലാലേട്ടൻ ഫാൻസ് മൊത്തത്തിൽ വെയിറ്റ് ചെയ്തിരുന്ന അപ്ഡേറ്റ് ആയിരുന്നു എമ്പുരാന്റെ അപ്ഡേറ്റ്. ലാലേട്ടന്റെ ഒന്ന് രണ്ട് സിനിമകൾ വേറെ ഉണ്ട്, തരൺമൂർത്തി സിനിമ, ബാറോസ്, എങ്കിൽ കൂടിയിട്ട് പിന്നെ അതുപോലെ സത്യനന്ദിക്കാന്റെ സിനിമയുടെ അപ്ഡേറ്റ് വരുന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഈ സിനിമകളെക്കാളൊക്കെ കൂടുതൽ ആരാധകരും അല്ലെങ്കിൽ ഓഡിയൻസും ഒരേപോലെ എക്സ്പെക്ട് ചെയ്തിരുന്ന അപ്ഡേറ്റ് ആയിരുന്നു എമ്പുരാന്റെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷസ് അവർ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ട പോലെ തന്നെയുള്ള സാധനം തന്നെ, നല്ല കിണ്ണം കാച്ചി സ്റ്റൈലിൽ നടന്നു വരുന്ന എബ്രാഹിം ഖുറേഷിയുടെ പോസ്റ്ററാണ്. പേഴ്സണലി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ഒരു എന്താ പറയാ വലിപ്പം ശരിക്കും ഈ പോസ്റ്ററിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുമ്പും ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഹെലികോപ്റ്ററൊക്കെ ആയിട്ട്, അത് ഫേസ് കാണിക്കാണ്ട് അങ്ങോട്ട് തിരിച്ചിങ്ങനെ നടക്കും പിന്നിലോട്ട്. പക്ഷെ ഇത് നടന്നു വരുന്ന എബ്രാഹിം ഖുറേഷിയാണ്. ലൂസിഫർ ഉണ്ടാക്കിയിട്ടുള്ള ലൂസിഫർ ഉണ്ടാക്കിയിട്ടുള്ള സക്സസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ വരുന്ന എമ്പുരാൻ തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ മോസ്റ്റ് ആന്റിസെപ്റ്റഡ് മൂവി എന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരുപാട് ഘടകങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പൃഥ്വിരാജ് സുകുമാരൻ, മുരളി ഗോപി, അതുപോലെ മാത്രമല്ല പല അതർ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആക്ടർമാരെ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ലാലേട്ടൻ തന്നെയാണ്, ആശീർവാദ് സിനിമാസ്. പക്ഷെ ഇതിൽ മെയിൻ ഫണ്ടിങ് ചെയ്യുന്ന ഒരു പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ളത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ്. അപ്പൊ ലൈക്കയെ പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ എന്തുകൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ നിർമ്മാണ പങ്കാളിയാക്കി എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉത്തരം എനിക്ക് തോന്നുന്നത്, ഇതിന്റെ ബഡ്ജറ്റ് ഭയങ്കര ഭീകരമായിട്ടുള്ള ബഡ്ജറ്റാണ്. ഈ ഭീകരമായിട്ടുള്ള ബഡ്ജറ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈക്ക പോലത്തെ വമ്പൻ കോർപ്പറേറ്റിനെ ഇതിൽ കൂടി പിടിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ലൈക്കയ്ക്ക് മറ്റ് പല സ്റ്റേറ്റ്സിലും അവരുടെ സിനിമകൾ വിതരണം ചെയ്യുന്നതിലൂടെയുള്ള മാർക്കറ്റ് സ്പേസും ഉണ്ട്. സോ എന്തായാലും എമ്പുരാൻ എന്ന് പറയുന്ന ഈ സിനിമ മലയാള സിനിമയിൽ വലിയൊരു കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറി വരുന്ന ചിത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഒരു ഡൗട്ട് ആർക്കും ഇല്ല. കാരണം ലാലേട്ടൻ സിനിമകളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. അത് മാത്രമല്ല, എമ്പുരാന്റെ സ്കെയിൽ അത്ര വലുതാണ്. സോ പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ട് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമ എന്നുള്ള ലേബലും ഉണ്ട്. മൂന്നാമത്തെ സിനിമ ആയതുകൊണ്ടല്ല, മച്ച് ബിഗർ, അത്രമാത്രം വലിപ്പത്തിലാണ് അവരെ സിനിമേനെ ഷോക്കേസ് ചെയ്ത് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഒരു ലൊക്കേഷൻ എന്നുള്ളൊരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. എമ്പുരാനെ പറ്റി ഇപ്പോഴും പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയാ ഒരു ചെറിയ സിനിമ, ഒരു ചെറിയ ആക്ഷൻ പടം എന്ന് പറയാ. പക്ഷെ പുള്ളി അത് ആ പ്രഷറൊക്കെ തുടക്കത്തിലെ പ്രഷർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് വമ്പനൊരു സാധനം ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു സെറ്റപ്പായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും ചെകുത്താൻ വരവ് റീച്ച് കഴിഞ്ഞിരിക്കുന്നു. ലൂസിഫർ എന്ന് പറയുന്ന എബ്രാഹിം ഖുറേഷി, സ്റ്റീഫൻ നെടുമ്പള്ളി. അപ്പൊ എന്തായാലും ഈ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എമ്പുരാന്റെ പോസ്റ്റർ ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. കാരണം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ അത് ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ എന്തായാലും എമ്പുരാന്റെ ഇനിയും വരുന്ന അപ്ഡേറ്റുകൾ ഒരുപാട് വരാനുണ്ട്. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഷൂട്ടുകൾ ബാക്കിയുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദുബായിൽ ഷൂട്ട് കഴിഞ്ഞു, റഷ്യയിലെ ഷൂട്ട് കഴിഞ്ഞു. സോ മലയാള സിനിമയ്ക്ക് ടോപ്പ് ലെവലിൽ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എമ്പുരാൻ. എല്ലാ ഭാഷകളിലും ജനങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടൊന്നുമില്ല. സോ നിങ്ങൾക്ക് എന്താണ് എമ്പുരാന്റെ പോസ്റ്റർ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് വീഡിയോന്റെ താഴെ നിന്ന് കമന്റ് ചെയ്യാം.